അങ്ങനെ ഓം ശാന്തി ഓശാന, ഒരു മുത്തശ്ശി കഥ, സാറാസ് 2018 എന്നീ കിടിലൻ സിനിമകൾക്ക് ശേഷം ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത തുടക്കം എന്ന സിനിമ ഏരിയസ് പ്ലസിൽ പോയി കണ്ടു. പടത്തിലേക്ക് വരികയാണെങ്കിൽ ആദ്യത്തെ കുറച്ച് സീക്വൻസ് ഒക്കെ ബ്രൂട്ടൽ ആയിട്ടാണ് തുടങ്ങുന്നത്. പടത്തിൽ നിന്ന് നമ്മൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത് എന്നതിന്റെ ഔട്ട്ലൈൻ അതിലൂടെ കിട്ടുന്നുണ്ട്. തുടക്കത്തിൽ സിനിമയിലേക്ക് ഇന്നാകാൻ കുറച്ച് സമയമെടുത്തു. കാരണം പ്രത്യേകിച്ച് മറ്റ് കാസ്റ്റുകളുടെ ഒക്കെ പെർഫോമൻസ് കുറച്ച് ആർട്ടിഫിഷ്യലായി തോന്നി. ഒരു ബിഗിനർ എന്ന നിലയ്ക്ക് വിസ്മയ മോഹൻലാൽ ഇതിൽ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ചില സീനുകൾ ഒഴിവാക്കി കുറച്ചുകൂടെ ത്രില്ലിംഗ് ആയ എലമെന്റ്സ് വെക്കാമായിരുന്നു എങ്കിലും ചെറിയൊരു ഇൻസിഡന്റിനെ അടിസ്ഥാനമാക്കി മാറി മാറി വരുന്ന നോൺ ലീനിയർ മേക്കിംഗ് ഫസ്റ്റ് ഹാഫിനെ മികച്ചതാക്കുന്നു. അങ്ങനെ ജൂഡ് ആന്റണിയുടെ 2018 സിനിമയിലെ പോലെ സിനിമാറ്റിക് ആയ ട്രീറ്റ്മെന്റോടെ കിടിലൻ ഒരു ത്രില്ലിംഗ് മോഡിലാണ് ഇന്റർവൽ ബ്ലോക്കിൽ പടം നിൽക്കുന്നത്. എന്നാൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ പടം കുറച്ച് ഡൗൺ ആകുന്ന പോലെ തോന്നി. ഫസ്റ്റ് ഹാഫിൽ ബിൽഡ് ചെയ്ത് വെച്ചതിൽ നിന്ന് മാറി സ്ഥിരം ക്ലീശ ആയിട്ടുള്ള മോട്ടിവേഷൻ പരിപാടികളിലേക്ക് സിനിമ പോകുന്നുണ്ട്. എങ്കിലും ക്ലൈമാക്സിലെ ആക്ഷൻ സീക്വൻസുകൾ ശരിക്കും കിടിലനായിരുന്നു. മോഹൻലാൽ അടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു പഞ്ചുണ്ടല്ലോ, അത് ശരിക്കും വിസ്മയ മോഹൻലാലിനും കിട്ടിയിട്ടുണ്ട്. ആക്ഷൻ സീക്വൻസുകളൊക്കെ കിടിലനായിരുന്നു. പക്ഷെ മെയിനായി മോഹൻലാലിനെ കാണാൻ വേണ്ടി പോയ എനിക്ക് അദ്ദേഹത്തിന്റെ ക്യാമിയോ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയതായി തോന്നിയില്ല. പിന്നെ അടുത്തിടെ വന്ന ബ്ലാസ്റ്റ് സിനിമയുമായിട്ട് കുറച്ച് സിമിലാരിറ്റീസ് ഉള്ളതുകൊണ്ട് വലിയ സർപ്രൈസിങ് ആയിട്ടുള്ള എലമെന്റ്സ് ഒന്നും ഇതിൽ എനിക്ക് തോന്നിയില്ല. ഇതിൽ കുറച്ചുകൂടെ നാച്ചുറൽ ആയിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഓവറോൾ നോക്കുമ്പോൾ ഇതൊരു ആവറേജ് അനുഭവമാണ്. എങ്കിലും ഫാമിലി ഓഡിയൻസിനും പ്രത്യേകിച്ച് സ്ത്രീകൾ അനുഭവിക്കുന്ന കാര്യങ്ങളും അവരുടെ ഇമോഷൻസും പറയുന്നത് കൊണ്ട് ഫീമെയിൽ ഓറിയന്റഡ് ആയി ഈ പടം എടുത്തു വെച്ചത് കൊണ്ട് തന്നെ അവരുടെ അഭിപ്രായം എങ്ങനെയാണെന്ന് അറിയാൻ നല്ല താല്പര്യമുണ്ട്. സമയമുണ്ടെങ്കിൽ ഫാമിലിയോടുകൂടി തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയ ഒരു പടമാണിത്.